ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 തുടക്കത്തിൽ റിലീസായിട്ടുള്ള ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകളുള്ള ശരിക്കും ത്രസിപ്പിക്കുന്ന ഒരു തെലുഗു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഈ കഥയുടെ പേര് കഥ വെനുക കഥ. ഈ കഥയിലെ ഹീറോ ആരെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള തെലുങ്ക് ആക്ടർ സുനിലില്ലേ, അങ്ങേര് തന്നെയാണ്. കഥ തുടങ്ങുന്നത് ഒരു നോർമൽ ക്രൈം ത്രില്ലർ പോലെ ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ഇത് എങ്ങോട്ടാ പോകുന്നെന്ന് തോന്നിയാല് പിന്നെ അങ്ങോട്ടേക്ക് പൊട്ടാനുണ്ട് ട്വിസ്റ്റുകള്. അവസാനമൊക്കെ ആകുമ്പോൾ തല തിരിഞ്ഞു, ഇതെന്തൊക്കെയാണ് സംഭവിച്ചേ? എനിക്ക് വട്ടായതാ അല്ലെങ്കിൽ കഥ എഴുതിയവന് വട്ടായതാ? ബാക്കി എൻ്റെ ഇത് തള്ളാണോ അല്ലയോ എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ നല്ല വിഷ്വൽസും അതുപോലെ ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഏറ്റവും പുതിയ വൻ വിജയമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ഉണ്ട്. കഥയുടെ പേര് ഇൻസ്പെക്ടർ ഋഷി എന്നാണ്. നമ്മുടെ സീരീസ് ചാനലിലെ ആ ഒരു സീരീസ് മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്ര അടിപൊളി സീരീസ് ആണ്. അപ്പോൾ ഇതുവരെയായിട്ട് ആ സീരീസ് കാണാത്ത എല്ലാ കൂട്ടുകാർക്കും കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് മറക്കാതെ അഭിപ്രായം പറയണേ. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ ഇതിലും അടിപൊളി നല്ല കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യലേ. കഥ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ദിവ്യ എന്നൊരു പെൺകുട്ടിയും അവളുടെ മാമനും കൂടി കാറില് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് കാറ് നിന്നു പോന്നേ. അല്ല, ഇതിപ്പോ എന്താ കാറിന് പറ്റിയേ? മാമനാണെങ്കിൽ കാറിൽ നിറങ്ങിയിട്ട് എന്താ പറ്റിയേ, റെഡിയാക്കാൻ പറ്റുമെന്ന് ആ മഴയത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് കണ്ടപ്പോ ദിവ്യക്ക് സങ്കടം തോന്നിയിട്ട് മാമൻ നനയാതിരിക്കാനായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കൊട പിടിച്ചു കൊടുക്കാണ്. എന്നാൽ എത്ര നോക്കിയിട്ടും കാറിന് എന്താ പറ്റിയേ, എങ്ങനെയാ റെഡിയാക്കാന്ന് അങ്ങനെ അറിയുന്നില്ല. അപ്പോഴാണ് അതേ ഭാഗത്തോടി മറ്റൊരു കാറ് വരുന്നത് അവർ കാണുന്നേ. കാറ് കംപ്ലൈന്റ് ആയത് കണ്ടപ്പോ ആ കാറിൽ നിന്ന് രണ്ടാളുകൾ ഇറങ്ങി വരികയാണ്. അതിലൊരുത്തന്റെ പേരാണ് രാജു, കൂടെയുള്ളത് അവന്റെ ഫ്രണ്ട് ധന. അവര് മാമനോട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് നിന്നുപോയതാ. എന്നാൽ ആ ഒരു ധനയില്ലേ, അവൻ ദിവ്യയെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്, എന്തോ ഒരു നോട്ടം. അപ്പൊ കൂടെയുള്ള രാജു ഇല്ലേ, വണ്ടി റെഡിയാക്കാൻ ടൂൾസ് എടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് കാറ് ഹെൽപ്പ് ചെയ്യാൻ പ്രതീക്ഷിക്കുമ്പോ ആ ഒരു ടൂൾ വെച്ചിട്ട് ആ ഒരു അമ്മാവന്റെ തലക്കടിച്ചിട്ട് അങ്ങനെ താഴെ ഇടുകയാണ്. അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ദിവ്യ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാതെ അവരൊന്ന് തടുക്കാൻ നോക്കുമ്പോ അവൾക്ക് പറ്റുന്നില്ല. അവർ രണ്ടുപേരും കൂടി അവളെ ആ ഒരു കാറിലേക്ക് വലിച്ചിട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്തും അവൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. ജനവാസമൊന്നുമല്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോ അവർ രണ്ടുപേരും കൂടി ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് അബ്യൂസ് ചെയ്യാണ്. എന്നിട്ട് അവർ ആ പെൺകുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് റോട്ടിലേക്ക് അവളെ വലിച്ചെറിയാണ്. അതിലവൾക്ക് വല്ലാതെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവള് ഭയന്നിട്ട് എന്നെ ഒന്നും ചെയ്യില്ലെന്ന് കെഞ്ചിയിട്ട് പോലും അവർ കേട്ടില്ല. അവർ ആ കാറ് അവളുടെ ശരീരത്തിലൂടെ കയറ്റാണ്. അതായത് എക്സ്ട്രീം സാഡിസ്റ്റുകളെന്ന് പറയാം. എന്നിട്ട് നിർത്താതെ ആ പെൺകുട്ടിയുടെ ശരീരം പെട്രോൾ ഒഴിച്ചിട്ട് അവര് കത്തിച്ചയാളെയാണ്. അതും ദിവ്യയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ജീവനോടുള്ളപ്പോ തന്നെ ഇവന്മാരൊക്കെ മനുഷ്യന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും വൃത്തികെട്ട മൃഗത്തിൽപ്പെട്ടതല്ലേ. അടുത്ത സീനില് ഒരു പോലീസ് ഹെഡും എസ്ഐയും കൂടി ഡിസ്കസ് ചെയ്യാണ്. സാറേ, സിറ്റിയിൽ വിലസുന്ന ആ ഒരു ഡ്രഗ് ഗ്യാങ്ങില്ലേ, അവരെ പിടിക്കാൻ നമ്മളുണ്ടാക്കിയ എല്ലാ പ്ലാനും ഇപ്പോ ഫെയിലായി പോലെ. ഇനിയിപ്പോ നമ്മുടെ ഹെഡ് ACP ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ ഹെഡ് പറയുന്നുണ്ട്, അതോർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട, ഓൾറെഡി നമ്മുടെ ഇൻസ്പെക്ടർ സത്യയില്ലേ, അങ്ങേർക്ക് ആ ഒരു കേസ് ഞാൻ കൈമാറിയിട്ടുണ്ട്, ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ കഥയിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഇൻസ്പെക്ടർ സത്യയാണ്. ഓൾറെഡി പോലീസ് ടീമിന് കണ്ടെത്താൻ പറ്റാത്ത ആ ഒരു ഗ്യാങ്ങിന്റെ ലൊക്കേഷൻ നമ്മുടെ ഹീറോ കണ്ടെത്തിയിട്ട് അവന്മാരുടെ അടുത്ത് പഞ്ഞിക്കിടാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കഥയുടെ ആരംഭത്തില് രണ്ട് സൈക്കോകള് ദിവ്യ എന്നൊരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നില്ലേ, അവളുടെ ബോഡി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ന്യൂസിൽ പറയുന്നത് വെച്ചാല് ഇതുവരെ 6 പെൺകുട്ടികൾക്ക് ക്രൂരമായിട്ടുള്ള അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും ഇതുപോലെ എത്ര ജീവൻ പൊലിഞ്ഞാലാ പോലീസിന്റെ ശ്രദ്ധയിൽ നിന്നെത്തുക? പോലീസ് ഒന്ന് നടപടി എടുക്കാന്ന് പോലീസ് ടീമിന് മൊത്തത്തിൽ ചവച്ചു തൊപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാർത്ത നമ്മുടെ കമ്മീഷണർ കാണുന്നുണ്ട്. അങ്ങേർക്കാണെങ്കിൽ വല്ലാതെ കലിപ്പായിട്ട് ഒരു SIയെ വിളിപ്പിച്ച് പറയുന്നുണ്ട്, അല്ല നിങ്ങളൊക്കെ എന്ത് ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തില് അപമാനിക്കുന്ന അവസ്ഥയാണല്ലോ. എങ്ങാനും CBIയുടെ കയ്യിലേക്ക് ഈ കേസ് പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അതിനു മുൻപ് ആ കൊലയാളികൾ പിടിക്കാൻ നോക്ക്. അപ്പൊ SI പറയുന്നുണ്ട്, സാറേ അതിന് നമ്മൾ എന്താ ചെയ്യാ? അവര് ഇതുവരെ നടത്തിയ 6 കൊലപാതകത്തിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ, ഒരു സാക്ഷി പോലും ഇല്ലാതെ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ ഒരു കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കമ്മീഷണർ, അങ്ങനെയാണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ സത്യയില്ലേ, സത്യയെ വേറൊരു നാട്ടിൽ നിന്ന് ഈ ഒരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുകയാണ്. എന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഈ ഒരു കേസ് നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്, അതുകൊണ്ടാണ് റിസ്ക് എടുത്തിട്ടും നിന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയേ. അപ്പൊ ഹീറോ, സാർ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും, മാക്സിമം കൊലയാളികൾ പിടിച്ചിരിക്കും. അങ്ങനെ നിലവിലെ ആ നാട്ടിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ ആ ഒരു കേസ് ഫയലില്ലേ, അത് നമ്മുടെ ഹീറോ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഹീറോയെ ആ നാട്ടിലുള്ള SI ഇല്ലേ, അങ്ങേരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നിലവിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ഓരോരുത്തരുടെ ഡീറ്റെയിൽസും ഹീറോ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് എല്ലാ ആളുകളെയും ഒരേ പാറ്റേണിലാണ് അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ചെറിയ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് അവരുടെ ശരീരത്തിന് വല്ലാതെ മുറിവ് വരുത്തി ഒരിക്കലും ഒരു തെളിവും ഒരു പോലീസും കിട്ടാതിരിക്കാൻ അവരുടെ ബോഡി തന്നെ കത്തിച്ച് എല്ലാ തെളിവും നശിപ്പിച്ചിട്ടാണ് അവര് രക്ഷപ്പെട്ട് കടന്നളയുന്നത്. അതായത് അവരാ ബോഡി കത്തിക്കുന്ന
കാത്തിരിക്കുന്ന എന്തിനാ? ഒരിക്കലും DNA സാമ്പിളോ മുടിയോ നോക്കോ അതിൽ നിന്നൊന്നും ഒരു തെളിവും പോലീസ് കിട്ടാതിരിക്കാനാണ്. അങ്ങനെ ഹീറോ ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ആ ഒരു 2 സൈക്കുകളെയാണ്. എന്നാൽ യുവമാര് ചെയ്യുന്ന നെറുകേടിനൊക്കെ ഇവർക്ക് ധൈര്യം എന്തെന്ന് വെച്ചാല് അവരുടെ കൂടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. ഇവരുടെ പരിപാടി എന്തെന്ന് വെച്ചാല് ഡ്രഗ്സ്, കഞ്ചാവ് അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും വെക്കുക, എല്ലാ അലമ്പുകളും പോയിട്ട് തലയിടുക. അപ്പോൾ രാജുവിനോടും ധനയോടും കൂട്ടാളിയോട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് പുതിയൊരു ഇൻസ്പെക്ടർ ട്രാൻസ്ഫർ വന്നിട്ടുണ്ടല്ലോ. അയാളെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ അയാളുടെ പേര് ഇൻസ്പെക്ടർ സത്യ എന്ന. നമ്മളിപ്പോൾ ഉള്ള പല ഗ്യാങ്ങിനെയും അങ്ങനെ പൂട്ടിയിട്ടുണ്ട്. ഇതുവരെ എടുത്ത ഒരു കേസിലും അയാൾ ഫെയിൽ ആയിട്ടില്ല. ഇതുവരെ നിങ്ങൾ പിടിക്കപ്പെടാതെ നോക്കണ്ട. ഇനിയും അത് തന്നെ ഫോളോ ചെയ്താല് ഉറപ്പായിട്ടും സത്യയുടെ മുമ്പിൽ പെട്ടുമുള്ള ചാൻസ് ഉണ്ട്. പെട്ടാല് പിന്നെ അവന് സംസാരമൊന്നുമില്ല, ഷൂട്ട് ചെയ്തങ്ങ് തീർക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് കേട്ടപ്പോൾ അവര് പറയുന്നത്, നിനക്ക് മുട്ട് വറക്കുന്നുണ്ടെങ്കിൽ പേടിയാണെങ്കിൽ ഇവിടെ നോട് തള്ളിക്കോ, ബാക്കി നമ്മൾ നോക്കിക്കോളും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ സെക്കൻഡ് ഹീറോയാണ്. ഇവന്റെ പേരാണ് അശ്വിൻ. അശ്വിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടൊരു മൂവി ഡയറക്റ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ ഹീറോയുടെ കുറെ കാലത്തെ കഷ്ടപ്പാടായിട്ടുള്ള ആ ഒരു കഥയിലെ അതുമായിട്ട് തന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പല പല പ്രൊഡ്യൂസേഴ്സിന് മുമ്പിലും ആ ഒരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും പറയുന്നത് ഈ കഥയിലൊരു പുതുമ തോന്നുന്നില്ലല്ലോ, പ്രത്യേകിച്ച് റൊമാൻറ്റിക് സീനുകളോ അല്ലെങ്കിൽ മസാല സോങ്സ് ഒന്നും ഇല്ലാതെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ സിനിമ ഓടില്ല. തന്റെ പ്രതീക്ഷയൊക്കെ തകർന്നോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരിക്കൽ അമ്പലത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അശ്വിൻ ഒരു പെൺകുട്ടിയെ കാണുന്നത്. ഇവളുടെ പേരാണ് മായ. കണ്ട മാത്രയിലെ രണ്ടുപേർക്കും അങ്ങോട്ടും കൂടി ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നാളിൽ തന്നെ അവൾ ഇവൻ സെറ്റാക്കാണ്. പിന്നെ ഇനിയിപ്പോ എന്ത് നോക്കാനാ, അശ്വിൻ തന്റെ ഫാമിലി കൂട്ടിയിട്ട് മായയുടെ വീട്ടിലേക്ക് പോയി പെണ്ണ് ചോദിക്കുകയാണ്. അപ്പോൾ മായയുടെ അച്ഛൻ പറയുന്നത്, എന്റെ മോള് അശ്വിനെ പ്രണയിക്കുന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാം. അവളുടെ ആഗ്രഹത്തിന് ഞാൻ വിലങ്ങൊന്നുമല്ല. എന്നാൽ നിങ്ങളുടെ മകന്റെ ശരിക്കുള്ള ജോലി എന്താ? പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, സിനിമ എടുക്കണം, ഡയറക്ടർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളായില്ലേ. നല്ലൊരു ജോലി ഇല്ലാതെ സിനിമയിലൊരു ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുത്തിന് എന്റെ കുട്ടിയെ കെട്ടിച്ചു കൊടുത്തിട്ട് അവള് കഷ്ടപ്പെടുന്നത് ഞാൻ കാണണം. എന്നാൽ അശ്വിന്റെ അച്ഛനും അമ്മയും അവനൊരു അവസരം കൊടുക്ക്, അവന് നല്ല കഴിവുണ്ട്, ഉറപ്പായിട്ടും അവനൊരു വലിയ നിലയിലെത്തും. എന്നാൽ മായയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പൊ കുറച്ചധികം നാളായില്ലേ അവന് ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്, എന്നിട്ട് വലിയ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് എനിക്ക് തോന്നില്ല. അല്ല, എത്ര നാൾ കൂടി നിങ്ങളുടെ മകന് ഞാൻ കൊടുക്കണം? അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഒരു ഒറ്റ വർഷം എനിക്ക് തന്നാൽ മതി. അപ്പോൾ മായയുടെ അച്ഛൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഒരു വർഷം നിനക്ക് തന്നേക്കാം. അതിനുള്ളിൽ നീ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ട് ആ മൂവി ഹിറ്റ് ആവുകയാണെങ്കിൽ എന്റെ മോളെ ധൈര്യമായിട്ട് ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇനിയിപ്പോ അങ്ങനെയല്ലെങ്കിൽ എന്റെ മോള് വാശി പിടിക്കാണ്, നിന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും നിനക്ക് ഞാൻ കെട്ടിച്ചേരില്ല. എന്നാൽ അശ്വിൻ അതിനൊന്നും ആവശ്യമില്ല, ഉറപ്പായിട്ടും ഞാൻ സക്സസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയുടെ കുറച്ചധികം നാളത്തെ കഷ്ടപ്പാടിനൊടുവില് കാവ്യ കൺസ്ട്രക്ഷൻ എന്ന ഒരു കമ്പനിയിലെ ഓണർ, ഇങ്ങനെയുടെ പേര് കൃഷ്ണ എന്നാണ്, അയാൾക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ ഡയറക്റ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹീറോയും ഫ്രണ്ടും പോയിട്ട് അവരുടെ കഥ അങ്ങനോട് പറയാണ്. അശ്വിന്റെ കഥ കേട്ടപ്പോൾ അങ്ങനെ വല്ലാതെ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, നമുക്ക് ഈ സിനിമ ചെയ്യാം, എന്നാൽ എന്റെ ബഡ്ജറ്റ് 1 കോടിയാണ്. അതിന്റെ മേലെ പോയാലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, നിങ്ങൾക്കത് മതിയാവോ? അപ്പൊ അശ്വിൻ, അത് മതിയാവും സാറേ. എന്നാൽ സിനിമയുടെ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മൂവി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു 40-50 ലക്ഷം നമ്മൾ വേറെ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് എന്തായാലും മൂവി തീരാൻ ഏകദേശം ഒരു 8 മാസം പിടിക്കില്ലേ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊമോഷന്റെ പൈസ ഉണ്ടായിക്കോളാം. അല്ല, ഇനിയിപ്പോ എന്താ പ്ലാന്? അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഓഡിഷൻ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഓഡിഷൻ ചെയ്തോ. അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായില്ലേ. അങ്ങനെ 1 കോടിയുടെ ചെക്ക് ഹീറോയുടെ കൈ കൊടുക്കാണ്. ഉടനെ തന്നെ അശ്വിൻ തന്റെ ലവർ ആയിട്ടുള്ള മായയോട് തനിക്ക് കിട്ടിയ അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു കാര്യം മായ തന്റെ അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു അവസരം കിട്ടിയിട്ടല്ലോ, ഇനി അവനത് ഡയറക്റ്റ് ചെയ്ത് സിനിമ ഇറങ്ങി അത് വിജയിക്കണ്ടേ, അതിനുശേഷം നീ തുള്ളിച്ചാടിയാൽ മതി. എന്നാലും മായ, അല്ല, എപ്പോഴും വെറുതെ കുറ്റം പറയാതെ ഇത്രയെങ്കിലും അവൻ ചെയ്തില്ലേ, ബാക്കി അവൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവള് ഉള്ളിലേക്ക് പോവാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അശ്വിനില്ലേ, മൂവിയിലേക്ക് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഓഡിഷൻ സെറ്റ് ചെയ്യാണ്. അങ്ങനെ കുറേയധികം കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓഡിഷൻ എടുക്കുമ്പോൾ നമ്മുടെ രാജു ധനയോട് പറയുന്നുണ്ട്, അളിയ, ഇതുവരെ നമ്മൾ ചെയ്തതിലെ ഒരു ത്രില്ലില്ലേ അത് നഷ്ടപ്പെട്ടു തുടങ്ങി. ഇവിടെ അടുത്ത എവിടെയോ സിനിമയുടെ ഓഡിഷൻ നടക്കുന്നത് കേട്ടില്ലേ, ഒരു വെറൈറ്റിക്ക് ആ ഓഡിഷനിൽ പങ്കെടുത്താലോ? അപ്പൊ തന്നെ, അല്ലടാ, നിനക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഇതുവരെ പോയിട്ടില്ല, നമുക്ക് അതിൽ എന്ത് ഇൻട്രസ്റ്റ് ആടാ, നമ്മൾ സാധാരണ ചെയ്യുന്നില്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് നിനക്കറിയാത്തോണ്ടാ. സിനിമയിലെ ആക്ട്രസ് അവരെ കാണാൻ അടിപൊളിയല്ലേ, സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം കിട്ടിയാലേ നമുക്ക് എത്ര പെൺകുട്ടികളായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. പറ്റിയാല് അതിൽ ഹീറോനെ തന്നെ നമുക്ക് മടക്കി തട്ടിക്കൊണ്ട് പോയി കളയാന്ന്. അപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട്, ആഹാ, അത് കൊള്ളാല, എന്നാ പിന്നെ പോയി നോക്കാലേ. അങ്ങനെ അവര് ആ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യാണ്. അപ്പൊ അശ്വിൻ രവിയോട് ഏതെങ്കിലും ഒരു സീൻ ഒന്ന് അഭിനയിക്ക്. അപ്പോ രവിയില്ലേ, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളൊക്കെ അവൻ എങ്ങനെയാ ചെയ്തത് അതേപോലെ തന്നെ ആക്ട് ചെയ്യുന്ന പോലെ അവന്റെ റിയൽ ക്യാരക്ടർ എടുത്ത് പുറത്തിടുകയാണ്. അത് കേട്ടപ്പോ അശ്വിൻ പറഞ്ഞിട്ട്, കൊള്ളാല, ആക്ടിങ് സൂപ്പറാട്ടാ, ഈ കഥയിലെ വില്ലനായിട്ട് നിന്നെ തന്നെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജു ആണെങ്കിൽ എനിക്കും വില്ലൻ റോളാണ് ഇഷ്ടം. അപ്പോഴാണ് പുറത്ത് ദീപ്തി എന്നൊരു പെൺകുട്ടി തന്റെ അച്ഛനെ കൂട്ടിയിട്ട് വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ഡയറക്ടറില്ലേ അശ്വിൻ, അയാളോട് പുറത്തു വരാൻ പറ, അയാൾ എന്നെ ചതിച്ചിട്ട്
വയറ്റിലൊരു കുഞ്ഞിനും തന്ന് കടന്നു കളഞ്ഞതാ. ഇന്നിതിനൊരു തീരുമാനാക്കാതെ ഞാനിവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നില്ലെന്ന് അവൾ അലറി വിളിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടിട്ട് അശ്വൻ പുറത്തേക്ക് വരികയാണ്. അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദീപ്തിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം എന്റെ മോളെ ചതിച്ചിട്ട് വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. 1000 പ്രാവശ്യം ഇവളോട് ഞാൻ പറഞ്ഞതാ സിനിമക്കാരെ വിശ്വസിക്കരുതെന്ന്. എന്നാല് അവള് കേട്ടില്ല. നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചില്ലേ, അതിനിപ്പോ കിട്ടി. അപ്പൊ അശ്വൻ, അല്ല നിങ്ങൾ എന്താ പറയുന്നേ, ആരെ പ്രണയിച്ചു? നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അശ്വൻ, എന്ത് കണ്ടിട്ടില്ലെന്നോ? എന്നിട്ട് ദീപ്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ അടുത്ത ഡയലോഗ് അതെന്തായിരുന്നു? അപ്പൊ അശ്വിൻ, അല്ല എന്ത് ഡയലോഗ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് അവർ സംഭവം പറയുന്നത്. അതായത് ദീപ്തിയും ഈ ഒരു മൂവിയിലെ ആക്ടിംഗ് ഓഡീഷൻ വന്നതാണ്. അപ്പോൾ വരുമ്പോ തന്നെ റിയലായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കാനാണ് അവരൊരു ഡ്രാമ സെറ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ അശ്വിന്റെ നെഞ്ചിടിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് എന്റെ ശ്വാസമില്ലേ മേലെ പോലും തിരിച്ചു വന്ന്. അല്ല അഭിനയിക്കണമെങ്കിൽ ഉള്ളിൽ വന്നിട്ടല്ലേ അഭിനയിക്കുക, പുറത്തുനിന്ന് തന്നെ വേണമായിരുന്നോ? അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ എന്റെ ആഗ്രഹം ഒരു ആക്ടർ ആവണമെന്നിരുന്നു, എന്നാലേ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ പ്രായം കുറച്ച് ഓവറാവും ചെയ്തില്ലേ, എന്നാൽ എന്റെ മകക്കെങ്കിലും ഒരവസരം വാങ്ങിക്കൊടുക്കാൻ പറ്റിയാൽ അതെനിക്കൊരു വലിയ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ? അപ്പോൾ അശ്വിനും പറയുന്നുണ്ട്, നിങ്ങളുടെ ആക്ടിങ് അത് എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. എന്റെ കഥയിലേക്കും ഇതുപോലെ ഒരു ആക്ട്രസിനെ തന്നെയാണ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ദീപ്തിയെയും ആ ഒരു മൂവിയിൽ സെലക്ട് ചെയ്യാണ്. അങ്ങനെ അശ്വിൻ ആ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സക്സസ്ഫുൾ ആയിട്ട് തന്നെ മൂവി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ സമയത്താണ് നമ്മുടെ സൈക്കോ രാജുവിലെ ആ ഒരു മൂവിയിൽ അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നത്, അല്ല നീ മൂവിയിൽ ആദ്യമായിട്ടാ? അപ്പൊ അവള്, ഇതാദ്യമായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടുന്നത്, എന്നാൽ നിനക്ക് വേറെ ഇതിലും നല്ലൊരു ചാൻസ് ഞാൻ വാങ്ങി തരട്ടെ. എനിക്ക് പരിചയമുള്ളൊരു പ്രൊഡ്യൂസർ ഉണ്ട്. അയാളാണെങ്കിൽ അയാളുടെ പുതിയ മൂവിയിലേക്ക് കുറേയധികം ലേഡി ക്യാരക്ടേഴ്സിന് തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നമ്പർ തരികയാണെങ്കിൽ അങ്ങനെ ഞാൻ കൊടുക്കായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയാണെങ്കിൽ നേരത്തെ കാര്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒന്നും ഒരാവശ്യമില്ല ചേട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ ആയിട്ടുള്ള സത്യയിലെ അങ്ങേര് ഇതുവരെയായിട്ട് ഈ ഒരു കേസ് അന്വേഷിച്ച പോലീസ് ടീമിനോട് അവർക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാണ്. എന്നാൽ ആർക്കും തന്നെ പ്രത്യേകിച്ചൊരു ലീഡും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കമ്മീഷണർ സത്യ വിളിപ്പിച്ച് പറയുന്നത്, 2 ന്യൂസ് പറയാണ്ട്. അതിലൊന്ന് ഒരു നല്ല ന്യൂസാണ്, എന്നാൽ ഒന്ന് കുറച്ച് മോശമാണ്. അതിൽ നല്ല ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നീ ഇവിടെ ജോയിൻ ചെയ്ത ശേഷം ഇത്രയും നാളായിട്ട് വേറൊരു പെൺകുട്ടിയും കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ മോശപ്പെട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് നിനക്ക് ആ കൊലയാളികളെ കുറിച്ച് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാനതിന് ഇപ്പോഴാണ് സാറേ ഇൻവെസ്റ്റിഗേഷൻ ശരിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ടീമിനോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടിയില്ല. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നിലവിലെ ഈ ഒരു കൊലപാതകം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു ടീം തന്നെ ഉണ്ട്. അവര് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികൾ 25 വയസ്സിനുള്ളിലുള്ള പെൺകുട്ടികളാണ്. അവരെ റേപ്പ് ചെയ്തിട്ട് ജനവാസമൊന്നുമില്ലാത്ത സ്ഥലത്ത് അവരുടെ ബോഡി ഉപേക്ഷിച്ചിട്ട് ആ ഒരു പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്നോ ആ ഒരു സ്ഥലത്തു നിന്നോ ഒരു എവിഡൻസും പോലീസിന് കിട്ടാതിരിക്കാൻ അവരുടെ ബോഡി വരെ കത്തിച്ചളഞ്ഞിട്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. അവർ യൂസ് ചെയ്യുന്ന വണ്ടികൾ അതൊന്നുകിൽ അവർ കളവ് നടത്തിയ വണ്ടികളായിരിക്കാം, അല്ലെങ്കിൽ വണ്ടികളുടെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഫേക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ കമ്മീഷണർ, എനിക്കിതിന്റെ കാരണങ്ങളല്ല, ആ ഒരു കുറ്റവാളികളിലെ അവരെയാണ് അധികം സമയം കളയാതെ എന്റെ കൺമുമ്പിൽ നീ നിർത്തി തരേണ്ടത്. അടുത്ത സീനില് നമ്മുടെ അശ്വിന്റെ മൂവി നല്ല അടിപൊളിയായിട്ട് തന്നെ അവര് കംപ്ലീറ്റ് ചെയ്തില്ലേ. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല പാർട്ടിയിലെ പുഷ്പ? അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പാർട്ടി സെറ്റ് ചെയ്യാണ്. അടുത്ത സീനില് അശ്വിന്റെ പ്രൊഡ്യൂസർ കൃഷ്ണയിലെ അങ്ങനെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, മൂവിയൊക്കെ അടിപൊളി വന്നിട്ടില്ലേ? അതൊക്കെ വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ മൂവി ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആദ്യം പറഞ്ഞ ഒരു 40 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ കൃഷ്ണ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 പേരുണ്ട്. അവർ ഫ്രണ്ട്സ് മാത്രമല്ല എന്റെ പാർട്ട്നേഴ്സും ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു കാര്യം അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ തന്റെ 2 പാർട്ട്നേഴ്സോട് പറയുന്നുണ്ട്, നമ്മൾ 3 പേര് ചേർന്നിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷന്റെ പ്രോഫിറ്റിലെ എന്റെ ലാഭവിഹിതം കിട്ടിയാൽ എനിക്ക് കുറച്ച് അർജൻസി ഉണ്ടായിരുന്നു. അപ്പൊ അവര്, എന്ത് ലാഭം? അല്ല നമ്മൾ 3 പേര് ചേർന്നിട്ടല്ലേ ഈ 9 നില ബിൽഡിംഗ് ഉണ്ടാക്കിയേ? 3 പേർക്കും 3 നിലയിലെ ലാഭവില കിട്ടാൻ പോന്നെ. ആദ്യത്തെ 3 നില വിറ്റില്ലേ, അതില് എന്റെ ഷെയർ കിട്ടിക്കഴിഞ്ഞാല് ഞാനങ്ങ് പോയിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട്, നിനക്കിതില് ഒരു ഷെയറും ഇല്ല, മര്യാദ കൊടുന്ന് പോയിക്കോ. വല്ലാതെ ദേഷ്യം വന്ന കൃഷ്ണയിലെ അയാളുടെ കഴുത്തിനെ പിടിച്ച് പറയുന്നുണ്ട്, നീയൊക്കെ എന്റെ കൂട്ടുകാരെന്ന് കരുതിയിട്ടല്ലടാ. നിങ്ങൾ പറഞ്ഞ എല്ലാ ടേംസും വിശ്വസിച്ചിട്ട് എഗ്രിമെന്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെ ഞാൻ സൈൻ ചെയ്തിട്ട് എന്റെ കയ്യിലിരുന്ന പൈസ തന്നെ. അപ്പോൾ അവര് പറയുന്നുണ്ട്, വാക്കാലെ പറഞ്ഞതല്ലേ, എഗ്രിമെന്റ് ഒക്കെ വായിക്കണമായിരുന്നു, അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ കൃഷ്ണനെ ചതിച്ചിട്ട് അവർ 2 പേരോടൊന്ന് പോവാണ്. എന്നാൽ കൃഷ്ണയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആകെ കയ്യിലിരുന്ന പൈസ മുഴുവനാണെങ്കിൽ നമ്മുടെ അശ്വിന്റെ മൂവിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, ബാക്കിയുണ്ടായിരുന്നത് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ കൊടുത്തു. എന്നാൽ കൂട്ടുകാർ ചതിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്റെ ബിസിനസ് തന്നെ റൺ ചെയ്യാൻ അങ്ങേരുടെ കയ്യിൽ നയാ പൈസയില്ല. പരിചയമുള്ള എല്ലാ കൂട്ടുകാരും വിളിച്ചിട്ട് കുറച്ച് പൈസ റോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഓൾറെഡി കൃഷ്ണയുടെ പാർട്ട്നേഴ്സ് ഇല്ലേ, നാട്ടിൽ മുഴുവൻ കൃഷ്ണയുടെ കയ്യിൽ ഒരു പൈസയില്ല, അങ്ങേര് പാളീസായെന്ന് പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കൃഷ്ണയ്ക്ക് പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ വല്ലാതെ സങ്കടത്തില് കൃഷ്ണ തിരിച്ച് ഓഫീസിലേക്ക് വരുമ്പോൾ ഹീറോ
ചോദിക്കുന്നുണ്ട്, സാറേ പ്രൊമോഷനിലെ പൈസ റെഡിയായോ? എടാ ഈ മൂവി റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പൈസയില്ലേ അതെന്റെ ഫ്രണ്ട്സ് പാർട്ട്നേഴ്സ് അവരെ തന്നില്ല, അവരെന്നെ ചതിച്ചളഞ്ഞു. അങ്ങനെ അശ്വിനോട് നടന്ന എല്ലാ കാര്യവും പറയുന്നുണ്ട്. അശ്വിനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ മൂവി ഇറങ്ങിയിട്ടില്ലെങ്കിൽ അശ്വിന്റെ പ്രണയം ജീവിതം തന്നെ ഇല്ലാതാവില്ലേ? ആ ഒരു കാര്യം കൃഷ്ണനോട് പറയുമ്പോൾ നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായിട്ടല്ല. നീ എന്നോട് ചോദിക്കുന്നത് 40 ലക്ഷത്തിന്റെ മേലെയല്ലേ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു 50,000 പോലും ആരും എനിക്ക് കടം തരില്ല. അശ്വിനാണെങ്കിൽ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. കുറെ നാളത്തെ കഷ്ടപ്പാടല്ലേ? അങ്ങനെ മായയോട് കാര്യങ്ങൾ പറയുമ്പോൾ അവള് അശ്വിനെ സമാധാനിപ്പിച്ച് പറയുന്നുണ്ട്, എന്തായാലും പോസിറ്റീവായിട്ട് ചിന്തിക്ക്, നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയില്ലേ, ബാക്കിയൊക്കെ ദൈവം സഹായിച്ചോളൂ. അതേസമയത്ത് നമ്മുടെ സത്യയിലെ ഒരു ഉത്സവത്തിന് വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ വെച്ചിട്ട് സത്യ തീർക്കാനായിട്ട് ഒരു റൗഡി ഗ്യാങ് സത്യയുടെ നേരക്ക് പായുന്നുണ്ട്. അവര് ഓരോരുത്തരും അടിച്ച് പഞ്ഞിക്കിടുമ്പോൾ നമ്മുടെ സത്യയുടെ ശരീരത്തിലും ചെറിയ പരിക്ക് പറ്റുകയാണ്. അങ്ങനെ ഹീറോ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കമ്മീഷണർ വിളിച്ച് പറയുന്നുണ്ട്, ആ ഒരു സൈക്കോ ടീമില്ലേ, ഞാൻ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത് അറിഞ്ഞിട്ട് എന്നെ തന്നെ കൊന്നു കളയാനുള്ള പ്ലാനില്ല. ഇന്നവരൊരു ട്രെയിൻ നടത്തി, എന്നാൽ ജസ്റ്റ് അവരുടെ പ്ലാൻ നടന്നില്ല. അപ്പോൾ കമ്മീഷണർ ശരിക്കൊന്ന് റെസ്റ്റ് എടുത്തോ, മുറിവൊക്കെ റെഡിയായ ശേഷം നിങ്ങൾ ആരോപത്തിൽ വെച്ച് അവരെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടേക്ക്. അപ്പോഴാണ് അശ്വിന്റെ മൂവിയിലെ ആക്ട്രസ് ആയിട്ടുള്ള ദീപ്തിയുടെ അച്ഛൻ വന്നിട്ട് അശ്വിനോട് പറയുന്നത്, നിങ്ങളുടെ മൂവിയിൽ അഭിനയിക്കാനല്ലേ എന്റെ മോള് വന്നേ, അവള് തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല, അവൾക്ക് എന്തോ സംഭവിച്ചെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പൊ അശ്വിൻ, അല്ല നിങ്ങൾ എന്താ പറയുന്നേ? അവസാനം അവള് ഡയറക്ടറെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ, മിനിഞ്ഞാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളെ കാണാനോട് വന്നിരുന്നോ? അപ്പൊ അശ്വിൻ, എനിക്കറിയില്ല, 1 മാസം മുമ്പാണ് സിനിമ അവസാനിച്ചത്, പിന്നെ അവളെന്തിനാ എന്നെ കാണാൻ വരേണ്ട ആവശ്യം? അപ്പൊ അങ്ങേര് നിങ്ങൾ വെറുതെ നുണ പറയണ്ട, എന്റെ മോള് അവൾ എവിടെയെന്ന് പറ. അല്ല നിങ്ങളിത് എന്താ പറയുന്നത്? നിങ്ങളുടെ മോള് ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതും ചോദിച്ച് എന്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം? നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചുതരാം. അതും പറഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ തന്റെ മകളെ കാണാനില്ല. അവസാനം അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഡയറക്ടറെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടാ. എനിക്ക് അയാളുടെ മേലെ തന്നെ സംശയം. അപ്പോഴാണ് അതേ സ്റ്റേഷനില് അശ്വിന്റെ സിനിമയിൽ അഭിനയിച്ച ബാക്കി പെൺകുട്ടികളിലെ അവരുടെയും പാരന്റ്സ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ മക്കളും അവസാനം ഡയറക്ടറെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ച 3 പെൺകുട്ടികളെ കാണുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അല്ല 3 പെൺകുട്ടികൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ SI കേസെടുത്തില്ലേ? ഡയറക്ടറായിട്ടുള്ള നമ്മുടെ അശ്വിനെ വിളിച്ചിട്ട് അങ്ങനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മൂവിയിൽ അഭിനയിച്ച ആക്ടേഴ്സ് 3 ആളുകളെ കാണുന്നില്ലല്ലോ, നിങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടാ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. സാറ് സിനിമ കംപ്ലീറ്റ് ആയിട്ട് 1 മാസം കഴിഞ്ഞു, പിന്നെ അവരെന്നെ കാണാൻ വരേണ്ട ഒരു ആവശ്യമില്ല. ഒരു കണക്കില് എന്റെ മൂവി റിലീസ് പോലും ആയിട്ടില്ല. എന്റെ കൂടെ വർക്ക് ചെയ്ത ആ പെൺകുട്ടികൾക്ക് എന്താ സംഭവിച്ചതെന്ന് എന്റെ ഉള്ളിലും ടെൻഷനുണ്ട്. അവർക്ക് സംഭവിച്ചറിഞ്ഞപ്പോ ഞാൻ തന്നെ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. എന്നാൽ അതിനുള്ളിൽ അവരുടെ പാരന്റ്സ് എന്റെ മേലെ കംപ്ലൈന്റ് ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. എന്നാൽ ആ പെൺകുട്ടികളുടെ പാരന്റ്സ് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടികളെ കാണാതായതിന്റെ പേരിലെ അശ്വിനെ പോലീസ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. അല്ലാതെ പോലീസിന് അശ്വിനാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരു സംശയമില്ല. അപ്പോൾ SI പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, എന്നാൽ നിങ്ങളുടെ മൂവിയിൽ ആരൊക്കെയാണ് അഭിനയിച്ചത് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ്, അവരുടെ കോൺടാക്ട് എല്ലാം ഇവിടെ കൊടുത്തേക്ക്. പിന്നെ ഞാൻ വിളിപ്പിക്കുമ്പോൾ അപ്പം സ്റ്റേഷനിൽ വരണം, നാട് വിട്ടിട്ട് എങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് പോകണ്ട. അങ്ങനെ SIയിലെ ആ ഒരു കേസ് അന്വേഷിക്കുകയാണ്. ഓൾറെഡി മൂവിൽ അഭിനയിച്ച എല്ലാ ആളുകളുടെ ഡീറ്റെയിൽസും അശ്വിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ടില്ലേ. അങ്ങനെ ഓരോരുത്തരടുത്ത് അന്വേഷിക്കുമ്പോഴാണ് ആ മൂവിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന 2 ആക്ടേഴ്സ്, അതായത് രാജു അവന്റെ ഫ്രണ്ട് തന്നെ 2 സൈക്കോകള്, അവരെയും കാണുന്നില്ല എന്നുള്ള കാര്യം ഒരു കോൺസ്റ്റബിൾ അറിയുന്നത്. ആ ഒരു കാര്യം SI വിളിച്ച് പറയാണ്. അങ്ങനെ 3 പെൺകുട്ടികള് 2 പയ്യന്മാര്, മൊത്തത്തില് 5 ആളുകളെ കാണുന്നില്ല എന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വല്ലാതെ വൈറലാവാണ്. ആ പെൺകുട്ടികളുടെ പാരന്റ്സ് മൊത്തം അശ്വിനാണ് ഇതിന്റെ പിന്നിലെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഡയറക്ടർ അശ്വിൻ കാരണമാണ് അവരെ കാണാതായതെന്ന് ആ ഒരു ന്യൂസിലും പറയുന്നുണ്ട്. ആ ഒരു ന്യൂസ് മൂവിയുടെ പ്രൊഡ്യൂസർ കൃഷ്ണ അറിഞ്ഞിട്ടുണ്ട്. അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ സംഭവിക്കുന്നേ? അവർ 5 പേര് അവർക്ക് എന്താ സംഭവിച്ചേ? കുറച്ചു നാളായിട്ട് ന്യൂസിൽ നമ്മുടെ മൂവിയെക്കുറിച്ചും നിന്നെ കുറിച്ചാണല്ലോ മോശപ്പെട്ട ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശരിക്കും എനിക്കും എന്താ സംഭവിച്ചെന്നറിയില്ല. 5 പേര് അവരെവിടെയാ പോയെന്ന് അറിയില്ല. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം, നമുക്കും മറ്റൊരു ഭാഗത്തുകൂടി ആ പെൺകുട്ടികളെ തേടി നോക്കാം. അടുത്ത സീനില് നമ്മുടെ ദീപ്തിയുടെ അച്ഛനില്ലേ അശ്വിനെ കാണുമെന്ന് പറയുന്നുണ്ട്. മോനെ, നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ചേക്ക്. എനിക്ക് ആകെ എന്റെ മോള് മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തില് അവൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾക്ക് ശരിക്കും എന്താ പറ്റിയേ? എന്നെ അവൾ ഒന്ന് കാണിച്ചാൽ മതി. എന്നാൽ അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അവളെ കാണാതായാല് ഒരു ബന്ധവുമില്ല. നിങ്ങൾ പറയുന്ന പോലെ അവൾ എന്നെ കാണാൻ വന്നിട്ടില്ല. ഇനിയിപ്പോ എന്നെ കാണാൻ വന്നാലും ആ 5 പേരെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോഴാണ് പോലീസിന്റെ ഒരു കോള് വരുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ മകള് ദീപ്തിയുടേതാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനേ. അങ്ങേരാണെങ്കിൽ നെഞ്ചു തകർന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വേഗത്തിൽ പോണ്. അതേ സമയത്ത് ഓൾറെഡി കാണാതെ പോയ 2 പെൺകുട്ടികൾ വേറെയില്ലേ, അവരുടെ പേരൻസ് ആ ബോഡി ചെക്ക് ചെയ്തിട്ട് അവരുടെ മകളെല്ലാം ഉറപ്പിക്കുന്നുണ്ട്. ദീപ്തിയുടെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ബോഡി വല്ലാതെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് തന്റെ മകളല്ലാന്ന് അങ്ങേരും പറയാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴാണ് അങ്ങയുടെ കാല് തെറ്റി വീണു പോകുന്നത്. അപ്പോൾ അവിടെ ഒരു റിങ് കാണുകയാണ്. ഇതെന്റെ മോളുടെ റിങ് അല്ലേ? അപ്പൊ ഇത് അവളായിരുന്നോ?
അങ്ങേർക്ക് സഹിക്കാൻ പറ്റില്ല, നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടിട്ട് അശ്വിനും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? അങ്ങനെ ദീപ്തിയുടെ ബോഡി കിട്ടിയ കാര്യവും ന്യൂസിൽ പബ്ലിഷ് ആവുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ സത്യയിലെ അശ്വിന്റെ മൂവിയിൽ അഭിനയിച്ച അതിൽ വർക്ക് ചെയ്ത എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യാണ്. ആദ്യം തന്നെ അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അവസാനമായിട്ട് ആ പെൺകുട്ടികളെയും ആ 2 പയ്യന്മാരെയും എപ്പോഴാ നിങ്ങൾ കണ്ടിരുന്നേ? ഒരു മാസം മുമ്പ് ഷൂട്ടിംഗ് അവസാനിക്കുമ്പോഴാ. അടുത്തതായിട്ട് പ്രൊഡ്യൂസർ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആ പെൺകുട്ടികളെ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നില്ല. അശ്വിൻ എന്നോട് കഥ പറഞ്ഞപ്പോ കഥ ഇംപ്രസ് ആയി. അങ്ങനെ മുഴുവൻ എമൗണ്ടും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാ കാര്യവും അശ്വിനെ തന്നെ ഏൽപ്പിച്ച് അങ്ങനെ ആ ഒരു സെറ്റിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും ചോദ്യം ചെയ്തിട്ട് അവിടുന്ന് പറഞ്ഞയക്കാണ്. അങ്ങനെ ഹീറോയും പ്രൊഡ്യൂസർ കൃഷ്ണയും പുറത്തേക്ക് ഇറങ്ങുമ്പോ മീഡിയ ചുറ്റുകളും ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പറ്റേ? ആ 5 പേരിൽ ഇപ്പോ ഒരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ? എന്നാൽ ഹീറോ ആണെങ്കിൽ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരാണ് അവളെ കൊലപ്പെടുത്തിയത്? ഒന്നും എനിക്കറിയില്ല. അടുത്ത സീനിൽ നമ്മുടെ SI ഇല്ലേ ഹീറോയോട് പറയുന്നുണ്ട്, കാണാതെ 5 പേരില് ഒരു പെൺകുട്ടിയെ മാത്രം കൊലപ്പെടുത്തണമെങ്കിൽ അതിന്റെ പിന്നില് എന്തോ ഒരു രഹസ്യം ഉണ്ടാവില്ലേ? അപ്പൊ ഹീറോയും പറയുന്നുണ്ട്, ആ ഒരു സംശയം എനിക്കുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ ആ ക്രൈം സീനില്ലേ ആ ഭാഗത്തുള്ള എല്ലാ ആളുകളിൽ നിന്ന് കൂട്ടിയിട്ടു എല്ലാരും ഒന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ. ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ ആ ഒരു ഏരിയയിലെ അവിടെ റൗഡിസം നടത്തുന്ന അലമ്പ് കാണിക്കുന്ന എല്ലാ ആളുകളെയും പോലീസ് പിടിച്ചുവലിച്ച് കൊണ്ടുവരികയാണ്. ആ ഒരു കൂട്ടത്തില് ദീപ്തിയോട് പ്രണയം പറഞ്ഞ് കുറച്ചുനാള് പിന്നാലെ നടന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് രാജ്. അവനെ പിടിച്ചുകൊണ്ടിട്ട് അവനടുത്ത് പഞ്ഞു കിടന്നിട്ട്. എന്നാൽ അവനാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും അറിയില്ല സാറേ. അവളോട് എനിക്കൊരു ഇഷ്ടം തോന്നിയ കാര്യം ശരിയാ, എന്നാൽ അവളിപ്പോ ഞാൻ കണ്ടിട്ട് മാസങ്ങളോളായി. അപ്പോഴാണ് ആ ഒരു ക്രൈം സീന്റെ ഭാഗത്ത് ഓട്ടോ ഓടിക്കുന്ന 2 ഡ്രൈവേഴ്സിനെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഇവരുടെ പേരിലും കുറെ കേസുകളുണ്ട്. എന്നാൽ ഒന്നിനും സ്ട്രോങ് ആയിട്ടുള്ള തെളിയില്ലാത്തതുകൊണ്ട് അവന്മാര് രക്ഷപ്പെട്ട് നടക്കുകയാണ്. അവരോട് ആ പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ലെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ഇല്ലേ കയ്യിലൊരു ഗ്ലാസ് ചായ എടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് കോൺസ്റ്റബിളിനോട്, ഈ ചായക്ക് ചൂടുണ്ടോ? ഉണ്ട് സാറേ. ആഹാ, എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. അങ്ങനെ നമ്മുടെ രാജില്ലേ അവന്റെ കേന്ദ്രഭാഗത്തില് ആ ഒരു ചായ ഒഴിക്കുകയാണ്. സൈക്കോയേക്കാളും വലിയ സൈക്കോയാണ് നമ്മുടെ ഹീറോ. എന്നിട്ട് ഹീറോ, ചായ കുഴപ്പമില്ല, അത്യാവശ്യം ചൂടുണ്ട്, ഇതിലും നല്ല ചൂടില് ഒരു 2 ചായ കൂടി ഓർഡർ ചെയ്താലോ? അത് കണ്ടപ്പോ ആ 2 ഡ്രൈവേഴ്സ് ഭയന്നിട്ട് പറയുന്നുണ്ട്, സാറേ ചായ ഒന്നും വേണ്ട, ഞങ്ങളാ പെൺകുട്ടി കൊലപ്പെടുത്തിയ. എന്നാല് ഈ ഒരൊറ്റ കൊല മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിലവില് ആ ഒരു സൈക്കോ തുടർച്ചയായിട്ട് കുറെ പെൺകുട്ടികളെ കൊല്ലുന്നില്ലേ? അപ്പോൾ ആ ഒരു പാറ്റേണിൽ കൊല ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു ഈ ഒരു കൊലപാതകം ഞങ്ങൾ ചെയ്തേ. അല്ല നിങ്ങൾ എന്തിനാ ആ ഒരു ആക്ട്രസ് ദീപ്തി കൊലപ്പെടുത്തിയ? അങ്ങനെ അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ സാറേ അതിന് അവരെല്ലാം ഞങ്ങൾ കൊലപ്പെടുത്തിയ. അതിനുശേഷമാണ് അവരൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് ഏതോ ഒരു പെൺകുട്ടി ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ജനവാസമില്ലാത്ത ഏരിയയിലെ ആ ഒരു സൈക്കോകളെ എങ്ങനെയാണ് കൊലപാതകം ചെയ്ത അതേ മെത്തേഡില് അവരെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ബോഡി കത്തിച്ചിട്ടാണ് അവര് പോയത്. സാറേ നിങ്ങൾ പറയുന്ന പോലെ ആ ഒരു ആക്ട്രസ് ദീപ്തി അവളെയല്ല ഞങ്ങൾ കൊലപ്പെടുത്തിയ. അവന്മാരുടെ അടുത്ത് പഞ്ഞു കിട്ടും, അവന്മാർ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ടറിന് ചിലപ്പോ ദീപ്തിയുടെ കൊലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ? അങ്ങനെ അശ്വിനും പ്രൊഡ്യൂസറെ വിളിപ്പിച്ചിട്ട് നമ്മുടെ ഹീറോയിലെ അവന്റെ മുഖത്തുനിന്ന് കൊടുക്കുന്നുണ്ട്, മര്യാദക്ക് നീ സത്യം പറഞ്ഞു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അപ്പൊ തന്നെ TV ഓൺ ചെയ്യുമ്പോൾ അതിലൊരു ന്യൂസ് പോകുന്നുണ്ട്. അതായത് ആ ഒരു സൈക്കോ രാജുവില്ലേ അവനെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആഹാ, അവനൊരു മാരക സൈക്കോ അല്ലേ? അവനെ കൊന്ന സൈക്കോ പാരാ? പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായി പോയില്ലേ? ഹീറോ ചോദിക്കുന്നുണ്ട്, മോനെ ഡയറക്ടറെ സത്യം പറഞ്ഞോ, ഈ രാജുവിനെ നീയല്ലേ കൊന്നേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ. അങ്ങനെ ചില ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള കൃഷ്ണയിലെ അങ്ങേരുടെ കയ്യിൽ 10 പൈസ ഇല്ലാതെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത മൂവി റിലീസ് ചെയ്യാൻ പറ്റാതെ നട്ടം തിരിഞ്ഞ് ചെന്നപ്പോൾ അങ്ങേര് പറഞ്ഞത്, കയ്യിൽ പൈസ ഇല്ലാതെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, ഈ സിനിമ അവിടെ കിടക്കട്ടെ, എപ്പോഴെങ്കിലും കയ്യിൽ പൈസ വരികയാണെങ്കിൽ അപ്പൊ നോക്കാം. അത് കേട്ടപ്പോൾ ഹീറോയുടെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട്. കുറെ നാളത്തെ കഷ്ടപ്പാട് ഒരു പെട്ടിയിലായി പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്റെ ടീമിനോട് സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു മൂവി ഒരു ഫ്രീ പ്രൊമോഷൻ പോലെ ജനങ്ങളിലേക്ക് എത്തിച്ചൂടാ? നമ്മൾ ₹1 പോലും ചെലവാക്കാതെ ഈ ഒരു ഇന്ത്യ മുഴുവനായിട്ട് എല്ലാ നാട്ടിലും നമ്മുടെ മൂവിയെക്കുറിച്ച്, നിങ്ങൾ ആക്ടേഴ്സിനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് എനിക്ക് വേണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ഒരു മൂവിയിൽ അഭിനയിക്കുക, ആ മൂവി റിലീസായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കുക, അങ്ങനെ മറ്റു മൂവികൾ അവസരം കിട്ടുക, ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാന്നല്ലേ അതിന് ആദ്യം നമ്മൾ അഭിനയിച്ച ഈ ഒരു മൂവി ഉറപ്പായിട്ടും പുറത്തു വരണം. ഞങ്ങൾക്ക് അത്ര പ്രതീക്ഷയുള്ളൊരു മൂവിയാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങളോട് അതിന് ആരാ പൈസ വെച്ചേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വീട്ടില് ഡയറക്ടറെ കാണാൻ പോകുന്ന പറഞ്ഞിട്ട് ഒന്നങ്ങ് ഇറങ്ങുക. എന്നിട്ട് കുറച്ച് നാള് നിങ്ങൾ ആരും പുറത്തു വരരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പതുങ്ങിയിരിക്കുക. നിങ്ങളെ ഞാൻ എപ്പോഴാണ് കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ പുറത്തു വരാൻ പാടൂ. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാണാതായ പെൺകുട്ടികളുടെ പാരന്റ്സ് വന്നിട്ട് എന്റെ അടുത്തേക്ക്, അതായത് ഡയറക്ടറെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ ഇറങ്ങിയത്, എന്നാൽ ഇതുവരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ലെന്ന് എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കും. ആ ഒരു ന്യൂസ് എന്തായാലും വൈറലാവും. ഉറപ്പായിട്ടും പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും, എന്നെ ചോദ്യം ചെയ്യും. അപ്പോഴും മീഡിയ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടാവില്ലേ? അങ്ങനെ നമുക്ക് ഒരു ചെലവില്ലാതെ നമ്മുടെ മൂവിയുടെ അതുപോലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പേര് ജനങ്ങളുടെ മനസ്സിൽ പതിയെ തുടങ്ങും. അതായത് ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊമോഷൻ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സേഫായിട്ട് പുറത്തു വരാം. അപ്പം ഞാൻ വിളിക്കാം. അപ്പോൾ അവർ ഓരോരുത്തരും പറയുന്നുണ്ട്,
ഇതിന് നമുക്ക് വേറെ ചെലവൊന്നുമില്ലല്ലോ, വലിയ കഷ്ടപ്പാടുമില്ല. എന്തായാലും ഐഡിയ കൊള്ളാം, പിന്നാലെ നമ്മളുണ്ട്. അങ്ങനെ ഹീറോ അല്ലേ അവർക്കൊരു ചെറിയ ഫോൺ കൊടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക്, ഈ ഒരു ഫോൺ മാത്രം ഒരാളുടെ കയ്യിൽ വെക്കുക. എന്റെ നമ്പറിൽ നിന്ന് ഇതിലേക്ക് കോൾ വന്നാൽ മാത്രം ഫോൺ പിക്ക് ചെയ്യുക. ഈ ഒരു ഫോണിൽ നിന്ന് വേറെ ആരും വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടപ്പാട് മൊത്തം വേസ്റ്റ് ആയി പോകും. അങ്ങനെ അവരും സമ്മതിക്കാണ്. അങ്ങനെ അവർ ഓരോ സ്ഥലത്ത് പോയിട്ട് അവർ ഒളിച്ചിരിക്കുകയാണ്. സാറേ, സത്യത്തില് ഇതാ സംഭവിച്ചത്, അല്ലാതെ ആ പെൺകുട്ടികളെ അവരെ കാണാതായതോ അവർക്കൊന്നും സംഭവിച്ചതല്ല. അപ്പോൾ ഹീറോ സത്യം ചോദിക്കുന്നുണ്ട്. സംഭവമൊക്കെ ഓക്കെ, എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ഡൗട്ട് ഉണ്ടല്ലോ. അന്ന് കൊല്ലപ്പെട്ടത് ദീപ്തി തന്നെ ആയിരുന്നില്ലേ? അവളുടെ അച്ഛൻ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തതല്ലേ? അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, സാറേ അതിന്റെ പിന്നിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് ദീപ്തിയുടെ അച്ഛന് അവളെ കാണാതെ അധികം നാൾ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അശ്വിനെ കാണാൻ വന്നിട്ട് എന്റെ മോക്ക് എന്താ പറ്റിയ, അവള് ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് കാണിച്ചാന്ന് പറഞ്ഞപ്പോൾ അങ്ങേർക്കൊരു ഫോൺ കോൾ വന്നില്ലേ? അതായത് പോലീസ് ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങളുടെ മോളതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞേ. അത് കേട്ടപ്പോൾ അങ്ങേരുടെ നെഞ്ച് തകർന്നുപോയിരുന്നു. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അശ്വിന് സഹിക്കാൻ പറ്റിയില്ല. ദീപ്തിയെക്കുറിച്ചുള്ള സത്യങ്ങള് അച്ഛനോട് പറഞ്ഞിട്ട് അവളെ വീഡിയോ കോൾ ചെയ്തിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലായിട്ട് അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചേനെ. ഇപ്പോൾ എന്റെ ആക്ടിങ് കണ്ടോന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടില്ലേ? അതേ സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ തന്റെ മകളുടെ റിങ് അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്നു. അത് അങ്ങേര് തന്നെ നിലത്തിട്ടിട്ട് ഇത് എന്റെ മോള് ദീപ്തി തന്നെയാന്ന് പറഞ്ഞിട്ടാണ് പോലീസിന് മുൻപില് കരഞ്ഞ് ഡ്രാമ കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് അങ്ങേര് അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ തന്നെയാണ്. എന്നാ പിന്നെ ആ പെൺകുട്ടിയുടെ ബോഡി അത് ദീപ്തിയുടെയാന്ന് പറഞ്ഞിട്ട് മകള് നഷ്ടപ്പെട്ട ഇമോഷൻസ് പോലീസ് മുമ്പിൽ കാണിച്ചേക്ക്. അപ്പൊ ഹീറോ, അല്ല അങ്ങേരോട് എന്തിനാ നീ അഭിനയിക്കാൻ പറഞ്ഞേ? അപ്പൊ അശ്വിൻ, ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കുറച്ച് ഡ്രാമയുള്ള ന്യൂസുകൾ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. കുറച്ചധികം ഇമോഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഈ ഒരു ന്യൂസ് എത്തില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, നീ ആള് കൊള്ളാല, നിന്റെ ഒരു മൂവി പ്രൊമോഷന് വേണ്ടിയിട്ട് പോലീസിനെ നട്ടം തിരിക്കുക. അതുപോലെ എത്ര ആളുകളെയാടാ ഈ ഒരു സിനിമ റിലീസാകുന്നതിന് മുൻപ് നീ കൊല്ലാൻ പോകുന്നേ? അങ്ങനെ ആ ഒരു പെൺകുട്ടികൾ എവിടെയുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ അശ്വിനെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് നമ്മുടെ അശ്വിന്റെ ഗേൾഫ്രണ്ട് മായല്ലേ അവളും അച്ഛനും വരുന്നത്. അങ്ങനെ അവനെ ജാമ്യത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് താങ്ക്സ് പറയാൻ പോകുമ്പോൾ മായയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇതുവരെ നീ ചെയ്തെന്നില്ലേ അത് തന്നെ മതി. ഇനി മേലില് എന്റെ മോളുടെ പേരും പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്കോ ആ ഏരിയയിൽ നിന്നെ കണ്ടാല് എന്റെ തനി നിറം കാണും. എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാന് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നാൽ ഹീറോയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്, മായക്ക് തന്നെ മനസ്സിലാവും അവള് തന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിലെ ആ ഒരു സൈക്കോയുടെ ഫ്രണ്ട് ധനയെ മീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെയല്ലേ എപ്പോഴും ആ രാജു ഉണ്ടാവുക? അവനെങ്ങനെയാ കൊല്ലപ്പെട്ടെ? ഞങ്ങള് ഇടയ്ക്കൊക്കെ ഒന്നിച്ചാ ഉണ്ടാവാറ്, എന്നാൽ അന്ന് ഞങ്ങൾ ഓരോരുത്തരും വേറെ വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ രാജുവിനെ ആരാ കൊലപ്പെടുത്തിയെന്ന് എനിക്ക് അറിയില്ല. എന്നാലൊരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, രാജുവിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് ഉറപ്പായി ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്റെ ഫ്രണ്ടിന്റെ ജീവനെ ഞാൻ പകരം വീട്ടും ചെയ്യും. അങ്ങനെ ധനയില്ലേ അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൽ വന്ന ഏതൊരു ടീമിലെ അവന്റെ കഴുത്തില് കയറിട്ടെ അവനെ വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. അതായത് അവനെ കൊന്നു തള്ളാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അശ്വിൻ സാറെ എന്നെ രക്ഷിക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഹീറോ ഒരു കത്തി എടുത്തിട്ട് ആ കയറ് നേരക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ആ ഒരു കയറ് കുറഞ്ഞിട്ട് അവൻ ചത്തില്ല, അവന്റെ ജീവൻ രക്ഷപ്പെടുകയാണ്. എന്നാൽ അവൻ എന്താ പറ്റുന്ന ഉറപ്പില്ല. എന്നാൽ രാജുവിനെ കൊലപ്പെടുത്തിയ അതേ ടീം തന്നെയാണ് അവനെ കൊല്ലാൻ നോക്കുന്നതെന്ന് ധനക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോഴാണ് ധനയ്ക്ക് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ ഇതിനു മുൻപ് ഇവൻ കുറച്ച് ഡ്രഗ്സ് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കസ്റ്റമറെ വിളിക്കുന്നേ, ധന കുറച്ച് ഡ്രഗ്സ് വേണമല്ലോ, ഇപ്പോ ഡ്രഗ്സ് തരാനുള്ള മൂഡിലല്ല, നീ ഒന്ന് ഫോൺ വെക്ക്, സാധാരണ തരുന്നതിന്റെ ഇരട്ടി പൈസ ഞാൻ തരാം, കുറച്ച് അർജന്റ് ആയിരുന്നു, എന്തായാലും കിട്ടുന്ന പൈസ വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് അവനെ കാത്തു വെക്കുമ്പോൾ രണ്ടാളുകൾ ബൈക്കിൽ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സാധനം കൊടുത്ത് പൈസ വാങ്ങിയിട്ട് അവനോട് തിരിച്ചു പോകുമ്പോൾ അവനെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവന് ഫീൽ ആവുന്നുണ്ട്. നോക്കുമ്പോൾ കാട്ടിൽ ഒളിച്ചിരുന്ന ഓരോ ഗ്യാങ്ങിലെ ആളുകൾ പുറത്തേക്ക് ചാടുകയാണ്. കുറച്ചു നേരത്തെ ആ ഒരു കാറിൽ ഇവനെ കൊല്ലാൻ നോക്കിയില്ലേ അതേ ടീം തന്നെ. അവനെ തീർക്കാൻ കത്തിയും വാളായിട്ടേക്കല്ലേ പിന്നാലെ വരുന്നേ. അവൻ പേടിച്ചു വരച്ച് നമ്മുടെ ഹീറോ സത്യം വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് ആളുകൾ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കേ. അപ്പൊ ഹീറോ, നീ എവിടെയുള്ളേ? അങ്ങനെ അവനെ കൊല്ലാൻ വരുമ്പോ അതിനുള്ളിൽ നമ്മുടെ ഹീറോ സത്യവും അശ്വിനും അവരുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അവരെ കണ്ടിട്ടും ആ ഗുണ്ടകൾക്ക് ഒരു കൂസലുമില്ല. അപ്പൊ പ്രൊഡ്യൂസർ ഇല്ലേ നേരെ പോയിട്ട് അവന്റെ കത്തി വാങ്ങിയിട്ട് നമ്മുടെ ധനയുടെ വയറ്റില് ആ കത്തി കുത്തി ഇറക്കാണ്. അല്ല, എന്താ ഇവിടെ സംഭവിക്കുന്നേ? എന്തിനാ ഇപ്പോ ധനയെ ഇയാള് കൊന്നേ? എന്നാൽ നമ്മുടെ ഹീറോ സത്യയിലെ അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അശ്വിന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത് ചെയ്തേ? അപ്പോഴാണ് കൃഷ്ണ പറയുന്നത്, ഇവനും രാജുവും ചേർന്നിട്ടാ ഞാൻ സ്നേഹിച്ച് വളർത്തിയ എന്റെ മോളെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ. എന്നാൽ കരിഞ്ഞ അവസ്ഥയിൽ എന്റെ മോളുടെ ബോഡി കിട്ടിയപ്പോ അവളുടെ മുഖം പോലും അവസാനം എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അതായത് കഥയുടെ ആരംഭത്തില് മായ എന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നില്ലേ, ആ ഒരു പെൺകുട്ടി കൃഷ്ണയുടെ മകളായിരുന്നു. അങ്ങനെ തന്റെ മകളുടെ ചില ഫ്ലാഷ് ബാക്കുകൾ അങ്ങനെ ഓർക്കുന്നുണ്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു. ഇടക്കിടക്ക് അച്ഛനോട് അവളുടെ ആഗ്രഹം പറയാറുണ്ട്. എന്നാൽ അവളുടെ ആഗ്രഹം പറയുമ്പോൾ കൃഷ്ണയുടെ കയ്യിൽ അത്രയും പൈസ വേണ്ടേ? കയ്യിൽ പൈസ വരുമ്പോൾ നമുക്ക് നിന്റെ എല്ലാ ആഗ്രഹം നടത്തിക്കളയെന്ന് അവളെ സമാധാനിപ്പിച്ചതാണ്. അങ്ങനെ ഒരു ദിവസം കൃഷ്ണയില്ലേ അർജന്റ് ആയിട്ടുള്ളൊരു ബിസിനസ് മീറ്റിംഗിന് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ദിവ്യയുടെ മുഖത്ത് വല്ലാതെ സങ്കടം കാണുമ്പോൾ എന്താ പതിനെ ചോദിക്കാണ്. അപ്പോഴാണ് അവളുടെ മാമ പറയുന്നത്, ഇന്ന് നിങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണെന്ന കാര്യം പോലും നിങ്ങൾ മറന്നുപോയില്ലേ? അവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് ഓൾറെഡി പ്രോമിസ് ചെയ്തതായിരുന്നില്ലേ? അപ്പൊ അത് നടക്കില്ല എന്ന് അറിഞ്ഞതിന്റെ സങ്കട അവളുടെ മുഖത്തുള്ളേ. എന്നാൽ കൃഷ്ണയില്ലേ തന്റെ മകളെ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്, നീ നിന്റെ മാമരോടൊപ്പം ഒരു
ഡ്രസ്സ് വാങ്ങിട്ട് വാ, ഞാൻ വേഗത്തിൽ മീറ്റിംഗ് തീർത്തിട്ട് നമുക്ക് രാത്രി അടിപൊളിയായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ അവര് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവർ സൈക്കിളുടെ മുമ്പിൽ പെടുന്നതും അവളുടെ മാമനെ അടിച്ചിട്ട് ദിവ്യയെ ക്രൂരമായിട്ട് അവർ കൊലപ്പെടുത്തുന്നതും. അതിനുശേഷം പോലീസ് കേസായിട്ടുണ്ട്. ദിവ്യയുടെ ബോഡി നമ്മുടെ കൃഷ്ണ ഐഡന്റിഫൈ ചെയ്തപ്പോൾ തന്റെ മകളാണെന്ന് ഉറപ്പായിട്ട് അങ്ങനെയുടെ ഉള്ളു പൊട്ടിപ്പോന്നിട്ട് അവസാനം എന്റെ മകളെ എനിക്കൊന്ന് കാണുമെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മകളെ കാണാൻ മാത്രം ഒന്നുമില്ല, ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഇതിലൊന്നുമില്ല, നിങ്ങളോട് എങ്ങനെയാ പറയാന്നറിയില്ല, പക്ഷേ നിങ്ങളുടെ മകള് മരിക്കുന്നതിന് മുൻപ് വല്ലാതെ വേദന അനുഭവിച്ചിട്ടുണ്ട്, അവളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, അവളുടെ തലയോട്ട് തകർന്നു പോയിട്ടുണ്ട്, അവള് ജീവനോടുള്ളപ്പോൾ തന്നെ ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വേദന അവൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റിയില്ല, വല്ലാതെ മനസ്സ് തകർന്നു പോന്നിട്ട് അങ്ങനെ നാളുകൾ കടന്നു പോവാണ്. എന്നാൽ പോലീസിനെ ദിവ്യയുടെ കൊലയാളെ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് തന്റെ മകളെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല, മകളുടെ അവസാന ആഗ്രഹം എന്തായിരുന്നു, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആഗ്രഹമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കന്നെ. അങ്ങനെയാണ് ഡയറക്ടർ ആവാനുള്ള ആഗ്രഹമായിട്ട് അശ്വിൻ വന്നപ്പോൾ ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ച 5 ആളുകളെ കാണാനില്ലെന്നുള്ള ന്യൂസ് വരുന്നത്. ആ ഒരു ന്യൂസിലെ നമ്മുടെ ദിവ്യയുടെ മാമൻ കണ്ടിട്ട് അങ്ങനെ വല്ലാതെ ഷോക്കായി പോണ്. അങ്ങനെ നേരെ കൃഷ്ണയോട് പറയുന്നിട്ട് ആ ന്യൂസിൽ കണ്ട 2 പേരില്ലേ അവരാ ഞങ്ങളുടെ ദിവ്യയെ കൊലപ്പെടുത്തിയേ. അപ്പോ കൃഷ്ണയുടെ രക്തം തളച്ചിട്ട് എന്റെ മോളെ അത്രയ്ക്ക് വേദനിപ്പിച്ച് കൊന്നതേ ഇവന്മാരാ, എന്നാല് അവരെന്റെ കയ്യിൽ കിട്ടിയേ മതിയാവോ, എന്റെ മോൾ അനുഭവിച്ചതിന്റെ ഇരട്ടി അവരനുഭവിക്കണം, അല്ലാതെ ഈ ലോകം വിടാൻ പാടില്ല. അങ്ങനെ കൃഷ്ണയും മാമനും കൂടി രാജുവിനെയും ധനയും തേടി നോക്കിയിട്ടുണ്ട്. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും അവരുടെ ഒരു വിവരവുമില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നില്ലേ, അതായത് ഹീറോ പറഞ്ഞ പോലെ ഒളിച്ചിരിക്കുന്ന 5 പേരോട് ഹീറോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫോണ് അതിലേക്ക് കോൾ വരികയാണ്. അതുള്ളത് എവിടെയാ, നമ്മുടെ കൃഷ്ണയുടെ അതേ ഓഫീസിൽ തന്നെയാ. അല്ല ഇതേത് ഫോണാ? ആ ഫോൺ എടുത്ത് നോക്കുമ്പോ അതിൽ മറുഭാഗത്ത് സംസാരിക്കുന്നത് നമ്മുടെ സൈക്കോ രാജുവിലെ അവനാണ്. ഫോൺ എടുത്തിട്ട് അവൻ പറഞ്ഞത്, ഡയറക്ടർ സാറ് പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ തല ഭയങ്കരമായിട്ടാ, ഫ്രീ പ്രൊമോഷന്റെ പ്ലാന് അത് ക്ലിക്കായല്ല. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണയ്ക്ക് പ്ലാനുകളും കാര്യങ്ങളും മനസ്സിലാവുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, രാജു ഇത് അശ്വിനല്ല, ഞാനാ നിങ്ങളുടെ പ്രൊഡ്യൂസർ കൃഷ്ണ. ഓൾറെഡി അശ്വിൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല നിങ്ങൾ എല്ലാവരും സേഫ് അല്ലേ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ? ഇല്ല സാറേ ഒരു കുഴപ്പമില്ല, എല്ലാവരും സേഫ് തന്നെ. അല്ല ഇപ്പോ നീ എവിടെയുള്ളേ? അപ്പോ അവൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണ്. പിന്നെന്ത് നോക്കാനാ, തന്റെ മകളുടെ ജീവൻ എടുത്തതിന് പക വീട്ടണ്ടേ. അങ്ങനെ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കൃഷ്ണയും അമ്മാവനും പോയിട്ട് അവനെ എടുത്ത് പഞ്ഞി കിടന്നിട്ട് അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല പ്രൊഡ്യൂസർ സാറേ നിങ്ങൾക്ക് എന്താ പറ്റിയേ, നിങ്ങൾ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ, വല്ലാതെ വേദന വന്നിട്ടോ, ഇതിലും കൂടുതൽ വേദനയാടാ എന്റെ മോളെ നീ അനുഭവിച്ചേ. അങ്ങനെ ദിവ്യ അനുഭവിച്ചാലോ ഇരട്ടി വേദന അവനെ കാണിച്ചു കൊടുത്തിട്ടാണ് അവനെ കൊന്നു തള്ളുന്നത്. അതിനുശേഷം അവന്റെ കൂട്ടാളി ധനയെ തീർക്കാൻ നോക്കിയപ്പോ അതിനിടയിലല്ലേ നമ്മുടെ അശ്വിൻ അവനെ രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ അവൻ രക്ഷപ്പെട്ട ശേഷമാണ് നമ്മുടെ അമ്മാവനില്ലേ അങ്ങനെ ചില അടിയാൾക്കാരെ വിട്ടിട്ട് അവനെ തീർക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് അവൻ നമ്മുടെ ഹീറോയെ വിളിക്കുന്നതും നമ്മുടെ കൃഷ്ണയുടെ മുമ്പിൽ പെടുന്നതും കൃഷ്ണ അങ്ങനെയുടെ പ്രതികാരം വീട്ടുന്നതും. എന്റെ മോളൊക്കൊന്ന് ഇവരോട് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ, ഇപ്പോ എന്റെ മനസ്സിന് നല്ല സമാധാനമുണ്ട്. അപ്പോ ഇൻസ്പെക്ടർ സത്യയിലെ അങ്ങനെയുടെ നിരക്ക് ഗണ്ണ് ചൂണ്ടാണ്. കഥ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നും, അല്ല ഇത്രയും നേരം ഹീറോയുടെ കയ്യില് ഗണ്ണ് തന്നെ അല്ലായിരുന്നോ അല്ലെങ്കിൽ ബന്നായിരുന്നോ പെട്ടെന്ന് രക്തം തിളയ്ക്കാന്. അപ്പോഴാണ് നമ്മുടെ അശ്വിനിലെ സത്യയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പിടിച്ചു വാങ്ങിയിട്ട് അങ്ങനെ എടുത്ത് പഞ്ഞി കിടുന്നത്. അങ്ങനെ അടിച്ച് പഞ്ചറാക്കിയിട്ട് ഞെട്ടും ബോൾട്ട് കളക്കിയിട്ട് ഹീറോ സത്യയിലെ കെട്ടിവെക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. നമ്മുടെ പ്രൊഡ്യൂസറും അതുപോലെ പോലീസും ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത് ആരുടെ മേലെ കൈവച്ചിട്ടില്ലേ? പോലീസ് ഇൻസ്പെക്ടർ സത്യയുടെ മേലെയല്ലേ, നിന്റെ തലയിലെ കിളി വല്ലതും പറന്നു പോയിട്ടുണ്ടോ? അപ്പോ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ കരുതും പോലെ ഇതുവരെ കൊല്ലപ്പെട്ട എല്ലാ പെൺകുട്ടികളും അതുപോലെ കൃഷ്ണ സാറ് നിങ്ങളുടെ മോള് ദിവ്യം കൊലപ്പെടുത്തത് രാജുവും ധനയും മാത്രമല്ല അവരുടെ കൂടെ ഇവനല്ലേ ഇയാളുണ്ടായിരുന്നു. ഇവനാണ് അവരുടെ ഗ്യാങ്ങിന്റെ പ്രധാന ലീഡർ. എന്ത് നാരിത്തരം ചെയ്താലും ഇവര് 3 പേരും പ്ലാൻ ചെയ്തിട്ടാണ് ഒന്നിച്ചത് ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞാല് രവിയും ധനയും ഇവന്റെ അടിയാൾക്കാരാ, ഇവന് വേണ്ടിയിട്ടാണ് ഇവൻ പറയുന്നതാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതായത് രാജുവും ധനയിലെ ഓരോ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ ഉപദ്രവിച്ച് അവരെ അബ്യൂസ് ചെയ്യൂലേ. അപ്പോൾ ആദ്യം അവരെ അബ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ സത്യയിലെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ കൃഷിയുടെ മകള് ദിവ്യയും ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ അങ്ങേർക്ക് രക്തം തിളയ്ക്കുന്നുണ്ട്. അയാളെ കൊല്ലാൻ പായുമ്പോ പോലീസ് അയാളെ തടുക്കുകയാണ്. ഇവനെ കൊന്നിട്ട് നിങ്ങൾ ജയിലിലേക്ക് പോകാൻ പോവാ, ഇവിടെ നിയമവും പോലീസും ഇല്ലേ, ഞങ്ങൾ ഇവന്റെ കാര്യം നോക്കിക്കോളാം. എന്നിട്ട് സത്യയോട് പറയുന്നുണ്ട്, പോലീസായിട്ട് നീ നാരത്തരം ചെയ്യുന്നല്ലേ, അപ്പോ ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണല്ലേ ഇടക്ക് നിന്നെ കുറെ ഗുണ്ടകൾ അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഒരു നാടകം കളിച്ച്. അപ്പോൾ നമ്മുടെ അശ്വിൻ അതായത് സെക്കൻഡ് ഹീറോ പറയുന്നുണ്ട്, സാറേ കഥ കഴിഞ്ഞിട്ടില്ല, ഇവനാണ് ഇൻസ്പെക്ടർ സത്യ, അവര് പോലീസായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല ഇൻസ്പെക്ടർ സത്യ എനിക്ക് അറിയുന്നില്ലേ, അതിവൻ തന്നെയാ. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ അശ്വിൻ പറയുന്നത്, നമ്മുടെ ഇൻസ്പെക്ടർ സത്യയില്ലേ രാജുവിനെ ധനയും മീറ്റ് ചെയ്തിട്ട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരു പരിപാടിയും ചെയ്യണ്ട, കാരണം പോലീസിന്റെ ശ്രദ്ധ എന്റെ മേലെ തിരിയാൻ സാധ്യതയുണ്ട്, ചിലപ്പോ പണി പാളും. അതും പറഞ്ഞിട്ട് സത്യ വീട്ടിലേക്ക് പോയപ്പോ അയാളുടെ പിന്നാലെ നമ്മുടെ
അശ്വിന് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടിട്ട് അശ്വിൻ ഷോക്കായി പോകുന്നത്. അവിടെ നോക്കുമ്പോൾ സത്യയെ പോലെ തന്നെ വേറൊരുത്തൻ അയാളുടെ നേരെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതായത് നേരെ മുമ്പിൽ ഇരിക്കുന്നില്ലേ, അങ്ങേരാണ് യഥാർത്ഥ ഇൻസ്പെക്ടർ സത്യ. എന്നാല് ഇപ്പോ ഇൻസ്പെക്ടറായിട്ട് വേഷം കെട്ടിയിട്ടുള്ളത് അവന്റെ ട്വിൻ ബ്രദറായിട്ടുള്ള ദേവയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്, ഇവനെങ്ങനെയാ പോലീസായെന്നുള്ള ഫ്ലാഷ് ബാക്കാണ് നമ്മൾ കാണുന്നത്. കഥയുടെ ആരംഭത്തിൽ യഥാർത്ഥ പോലീസുകാരായിട്ടുള്ള ഇൻസ്പെക്ടർ സത്യയിലെ ആ ഒരു ഡ്രഗ് മാഫിയ പിടിക്കാൻ അവരുടെ ഏരിയയിലേക്ക് പോയിട്ട് അവർ ഓരോരുത്തരെ എടുത്ത് പഞ്ഞു കിടന്നിട്ടായിരുന്നില്ലേ. അങ്ങനെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ അത് സത്യയുടെ നേരെ സഹോദരനായിട്ടുള്ള ദേവയാണെന്ന് സത്യക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയപ്പോ അവസാനം ദേവയിലെ തന്റെ ഏട്ടനാണെന്ന് പോലും നോക്കാതെ സത്യയെ അടിച്ച് ബോധം കെടുത്താണ്. എന്നാൽ തന്റെ നിലനിൽപ്പിന് ഇനിയും പുറത്തു വരാൻ പാടില്ല. അങ്ങനെ സത്യയുടെ കാലൊടിച്ചിട്ട് വീട്ടിലിരുത്തി കളഞ്ഞതാണ്. എന്നിട്ട് സത്യയോട് പറയുന്നുണ്ട്, സത്യ കുറെ നാള് നീ പോലീസായില്ലേ, ഞാനായിട്ട് കള്ളത്തരവും വൃത്തികേടൊക്കെ ചെയ്തൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് കുറച്ചു നാള് നിന്റെ പോലീസ് ജോലിയില്ലേ ആ ജോലി ഞാൻ ചെയ്തു നോക്കട്ടെ. അങ്ങനെയാണ് പോലീസ് സത്യമായിട്ട് ദേവ വേഷം കെട്ടിട്ട് ആ ഒരു കേസ് ഏറ്റെടുത്തതും അന്വേഷണം സ്റ്റാർട്ട് ചെയ്തതും. എന്നാൽ ഇത് യഥാർത്ഥ സത്യമല്ലല്ലോ, ദേവയല്ലേ, അതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടെത്തിയാൽ അവസാനം ഇവൻ തന്നെയല്ലേ പെടുക. അതുകൊണ്ട് തന്നെയാണ് കൊലയാളി ആരാന്നറിഞ്ഞിട്ടും അവനവരെ പിടിക്കാതിരുന്നത്. അപ്പോഴാണ് സത്യം ദേവയും എന്താണ് സംസാരിച്ചത് നമ്മൾ കേൾക്കുന്നത്. ദേവ പറയുന്നുണ്ട്, നിന്നെ പണ്ട് മുതലേ എനിക്ക് കണ്ണെടുത്ത് കണ്ടുകൂടിയിരുന്നു. നമ്മുടെ അച്ഛനെ ഞാനാ തീർത്തെ, അതുപോലെ നിന്നെയും തീർക്കാന് ഞാൻ പലപ്പോഴും പ്ലാൻ ചെയ്തതാ. ശരിക്കും ദേവയ്ക്ക് തന്റെ ഏട്ടൻ എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാതെന്ന് വെച്ചാല് നമ്മുടെ സത്യ ചെറുപ്പം മുതലേ നല്ല ഇന്റലിജന്റ് ആയിരുന്നു, പഠിക്കുന്ന എല്ലാ വിഷയത്തിലും ടോപ്പ് ലെവലായിരുന്നു. എന്നാൽ ദേവയാണെങ്കിൽ പക്ക അലമ്പ്, പഠിക്കൂല, പല ആളുകളുടെയും പല സാധനങ്ങളും അടിച്ചു മാറ്റിട്ട് വരാനും തുടങ്ങി. ആ ഒരു കാഴ്ച കണ്ടപ്പോ ദേവയുടെ മേലെ അവരുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വന്നിട്ട്, നിനക്ക് സത്യയുടെ ചെറിയ എന്തെങ്കിലും ഗുണമുണ്ടോ, നീ അവനെ കണ്ടുപഠിക്ക്, നാട്ടിനും കുടുംബത്തിനും പാരാ ജീവിക്കാതെ. എന്നാല് ദേവയ്ക്ക് അച്ഛൻ കുറെ നാളായിട്ട് തന്നെ ഇകഴ്ത്തി സംസാരിക്കുന്നത് വല്ലാതെ ചൊറിച്ചിലായിട്ടുണ്ട്. അങ്ങനെ ദേവയാണ് അവന്റെ അച്ഛനെ കൊലപ്പെടുത്തിയത്. എന്നാല് ഓൾറെഡി സത്യക്ക് ദേവയാണ് തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്നാല് അന്ന് ദേവ ചെറിയ കുട്ടിയായിരുന്നില്ലേ, അതുമാത്രമല്ല തന്റെ സഹോദരനല്ലേ. എന്നാല് ദേവ വലുതായപ്പോ അവന്റെ ശീലങ്ങളൊന്നും നിർത്തിയില്ല. എല്ലാവിധ ഇല്ലീഗൽ ഡീലിംഗ്സിലും അവൻ കൊണ്ട് തലവെച്ചു കൊടുത്തു. അവിടെ നിർത്താതെ പല പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്താനും തുടങ്ങി. ആ ഒരു കാര്യമൊക്കെ കുറച്ച് പതിയാണ് നമ്മുടെ സത്യം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവനെ ലോക്ക് ചെയ്യാന് അവന്റെ ഏരിയയിലേക്ക് പോകുന്നതും അതിനിടയിലാണ് അവൻ സത്യയുടെ കാല് തകർത്ത് വീട്ടിലിരുത്തി കളയുന്നതും. എന്നിട്ട് അശ്വിൻ പറയുന്നിട്ട്, യഥാർത്ഥത്തില് ഇവൻ സത്യല്ല, ഇവൻ ദേവയാണ്, യഥാർത്ഥ സത്യ അതാ വരുന്നത് പറഞ്ഞിട്ട് വീൽ ചെയറിൽ അങ്ങോട്ടേക്ക് സത്യയെ കൂട്ടിക്കൊണ്ടുവരാണ്. അപ്പോ സത്യ പറയുന്നുണ്ട്, നീ ഇന്നല്ലെങ്കിൽ നാളെ മാറും, അല്ലെങ്കിൽ കുറച്ച് നാളിന് ശേഷം മനസ്സിൽ മാറ്റം വരുന്ന് കാത്തിരുന്ന എന്നെ തന്നെ നീ മണ്ടനാക്കിയില്ലേ, എത്ര ജീവനാടാ നീ ഇല്ലാതാക്കിയ, നിനക്കൊന്നും ജീവിക്കാൻ അർഹതയില്ല. എന്നിട്ട് സത്യയിലെ ഗണ്ണ് പുറത്തെടുത്തിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇവനെ പോലെ ഒരുത്തൻ ഇനി ഈ ലോകത്ത് വേണ്ട, അവനെ തീർത്തേക്ക്. നമ്മുടെ കൃഷ്ണയിലെ തന്റെ മകളെ ഓർത്തിട്ട് ദേവയുടെ നെറ്റിയിൽ പൊട്ടിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാണ്ട്, അതായത് ഞാൻ എന്റെ ലൈഫിൽ നേരിട്ട ഒരിക്കലും നിങ്ങളോട് പറയരുതെന്ന് കരുതിയിരുന്ന ഒരു വലിയ ചതിയുടെ കഥയുണ്ട്. 3 വർഷത്തെ എന്റെ കഷ്ടപ്പാട് തട്ടിക്കൊണ്ടുപോയ കഥ, വിശ്വസിച്ച് കൂടെ നിന്നിട്ട് അവസാനം നെഞ്ചത് ചവിട്ടിയ നെറുകേടിന്റെ കഥ. എത്രത്തോളം മാറി നിന്നിട്ടും ചതിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ചതിച്ചിട്ടും കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ തരാതെ പറ്റിച്ചിട്ടും അങ്ങനെ ഏതൊക്കെ വിധത്തില് ദ്രോഹിക്കാൻ പറ്റോ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒന്നും പറയാതെ മാറി നിന്നിട്ടും വീണ്ടും വേട്ടയാടുന്ന പോലെ പിന്നാലെ വരുന്ന നിങ്ങളൊക്കെ വലിയൊരു നല്ല മനുഷ്യനായിട്ട് കാണുന്ന ഒരുത്തിന്റെ യഥാർത്ഥ മുഖത്തിന്റെ കഥ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. അപ്പോ ഇനി വേറെ നിവൃത്തിയില്ല, വ്യക്തമായിട്ട് നിങ്ങളോട് എല്ലാ കാര്യം ഞാൻ പറയാം. നിങ്ങൾ കഥ കാണാൻ വരുന്നതല്ലേ, അല്ലാതെ എന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യത്തിൽ ഞാൻ പറയാതിരുന്നത്. അപ്പൊ അതൊക്കെ കൊടുക്കട്ടെ. ഇന്ന് നമ്മൾ കണ്ട കഥ ഉണ്ടായിരുന്നു, മഴ പോലെ ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് ഉണ്ടായിരുന്ന വേറെ ലെവൽ കഥയായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ എല്ലാ കൂട്ടുകാർക്കും പരിചയപ്പെടുത്തുക. ഇതിലും അടിപൊളി കഥയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.